Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 3. In Module 3, today we are entering to choice of transmission voltage, conductor size, followed by Kelvin's law. Economics of power transmission. Economics of power transmission എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് എങ്ങനെ നമുക്ക് ട്രാൻസ്മിഷൻ സ്കീമിൻ്റെ കേസിൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സ്കീം എന്ന് പറയുന്നത് മോസ്റ്റ് എക്കണോമിക്കലി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആവുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേംസ് എന്ന് പറയുന്നത് എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസ് ആണ്. പിന്നെയുള്ളത് എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ഇത് രണ്ടും എങ്ങനെയാണ്, അതിലൊക്കെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തേത് എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസ്. എപ്പോഴാണ് എക്കണോമിക്കലി നമുക്കൊരു കണ്ടക്ടർ സൈസ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ദ മോസ്റ്റ് എക്കണോമിക്കൽ ഏരിയ ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് എപ്പോഴാണത്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ മിനിമം. അതായത് എപ്പോഴാണോ നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ കണ്ടക്ടർ ഏരിയ കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ ആ ഒരു സമയം ആണ് നമ്മുടെ എന്ത് മിനിമം ആവുന്നത്? ആനുവൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് മിനിമം ആവുന്നത്. ഇതിനെയാണ് നമ്മൾ കെൽവിൻസ് ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കെൽവിൻസ് ലോ എന്തിനെ പറ്റിയാ പറയുന്നത്? എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസിനെ പറ്റിയിട്ടാണ് കെൽവിൻസ് ലോ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടേംസിനെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടി വരുന്നത്. ഫസ്റ്റ് വൺ, ആനുവൽ ചാർജ് ഓൺ ക്യാപിറ്റൽ ഔട്ട്ലേ. എന്താണ് ആനുവൽ ചാർജ് ഓൺ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്നത്? ഏതാണ് അത് അക്കൗണ്ട് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ദ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ, അതിന്റെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യുന്ന ടേം ആണ് ആനുവൽ ചാർജ് ഓൺ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഓവർ ഹെഡ് സിസ്റ്റത്തിന്റെ കേസിൽ ഈ ഇതിൽ വരുന്ന ഫാക്ടർ ഏതൊക്കെ കോസ്റ്റുകളായിരിക്കും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക? ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് കണ്ടക്ടേഴ്സ് വരും, സപ്പോർട്ട്സ് വരും, ഇൻസുലേറ്റേഴ്സ് വരും, അതുകൂടാതെ കോസ്റ്റ് ഓഫ് ദെയർ ഇറക്ഷൻ കോസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. മാത്തമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടേംസിന്റെ സമ്മായിട്ട് എഴുതാം. P1 plus P2A എന്ന് എനിക്ക് അതിനെ പറയാൻ പറ്റും. വേർ P1 and P2 ആർ ദ ടു കോൺസ്റ്റൻസ്. അതിൽ സെക്കൻഡ് കോൺസ്റ്റന്റ് P2 എന്ന് പറയുന്നത് എ ഡിപ്പെൻഡ് ചെയ്യും. എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. സോ ആനുവൽ ചാർജ് ഓൺ ക്യാപിറ്റൽ ഔട്ട്ലേ ആണ് എന്ത്? P1 plus P2A. ഇറ്റ് ഈസ് ദ ആനുവൽ ചാർജ് ഓൺ ക്യാപിറ്റൽ ഔട്ട്ലേ. അടുത്ത ടേം എന്താണ്? ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ്. ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ് ഏതിനായിരിക്കും ആ ടേം അക്കൗണ്ട് ചെയ്യുന്നത്? കണ്ടക്ടറിൽ ഉണ്ടാവുന്ന എനർജി ലോസ്റ്റ് ഏതൊക്കെയാണ്? I²R ലോസ് ആണ് പ്രധാനമായിട്ടും. ഇപ്പൊ നമ്മൾ ഒരു ഇയറിൽ കോൺസ്റ്റന്റ് കറണ്ട് ആണ് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്തെടുത്താൽ ഈ ലോസ് ഏതിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? റെസിസ്റ്റൻസിനെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഏതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏരിയ ഓഫ് കണ്ടക്ടറിനെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റു പല ഫാക്ടേഴ്സ് കൊണ്ട് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഏരിയ ഓഫ് കണ്ടക്ടർ എങ്ങനെ നമുക്ക് സൈസ് ചൂസ് ചെയ്യാം എക്കണോമിക്കലായിട്ട്, അതിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഏരിയ ഓഫ് കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ P3/A എന്ന് എഴുതാൻ പറ്റും. P3 ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്ന ഏതിനൊക്കെ സമ്മായിരിക്കും? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആനുവൽ ചാർജ് ഓൺ ക്യാപിറ്റൽ ഔട്ട്ലേയുടെയും അതുകൂടാതെ ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡിന്റെയും സമ്മായിട്ട് എഴുതിക്കൂടെ എനിക്ക്? അപ്പം ടോട്ടൽ ആനുവൽ കോസ്റ്റ് സി എന്ന് പറയുന്നത് എക്സ്പ്രഷൻ 1 പ്ലസ് എക്സ്പ്രഷൻ 2 P1 പ്ലസ് P2A പ്ലസ് P3 ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും. മൊത്തമായിട്ട് എഴുതുവാണെങ്കിൽ P1 പ്ലസ് P2A പ്ലസ് P3/A എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ആനുവൽ കോസ്റ്റ് മിനിമം ആവണം ഇൻ കേസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. എങ്ങനെയാണ് നമ്മൾ ഒരു എക്സ്പ്രഷനെ മിനിമം ആയിട്ട് മാറ്റുന്നത്? അതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യും. വിത്ത് റെസ്പെക്ട്, ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്ന എ ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു എ ഞാൻ ഡിഫറൻസിയേഷൻ ചെയ്യും, ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കും. ആ കണ്ടീഷനാണ് മിനിമം, അതായത് ആനുവൽ കോസ്റ്റ് മിനിമം എന്ന കണ്ടീഷൻ. നോക്കാം നമുക്ക്. ഈ എക്സ്പ്രഷനെയാണ് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. D/dA ഓഫ് C ഈക്വൽ ടു 0. സിക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കുക? P1 പ്ലസ് P2A പ്ലസ് P3 ഡിവൈഡഡ് ബൈ A ഇട്ട് കൊടുക്കുക. ഇതിനെ അങ്ങ് ഡിഫറൻഷിയേഷൻ ചെയ്യുക. P2 മൈനസ് P3 ഡിവൈഡഡ് ബൈ A² ഈക്വൽ ടു 0 എന്ന് കിട്ടും. P2 ഈക്വൽ ടു P3 ഡിവൈഡഡ് ബൈ A² എന്ന് കിട്ടും. ഒരു A ഇപ്പുറത്തോട്ട് എടുത്താൽ
P2A is equal to P3 divided by A എന്ന് കിട്ടും. ഓക്കെ, P2A is equal to P3 divided by A എന്ന് കിട്ടും. അപ്പം ഈ കണ്ടീഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആവുന്നത് ആണല്ലോ. അതിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ച P2A എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് ദ വേരിയബിൾ പാർട്ട് ഓഫ് ആനുവൽ ചാർജ് അല്ലേ? അതുപോലെ P3/A എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ് അല്ലേ? സോ വേരിയബിൾ പാർട്ട് ഓഫ് ആനുവൽ ചാർജ് എപ്പോഴാണോ ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ് ഈക്വൽ ആണെന്ന് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിട്ട് മാറുന്നത്. അപ്പം ഈ ഒരു ടേമും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് കെൽവിൻസ് ലോ വേറെ രീതിയിൽ പറയാം. എങ്ങനെ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ഏരിയ ഓഫ് കണ്ടക്ടർ ഈസ് ദാറ്റ് ഫോർ വിച്ച് ദ വേരിയബിൾ പാർട്ട് ഓഫ് ആനുവൽ ചാർജ് ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് എനർജി ലോസസ് പെർ ഇയർ. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ ഏരിയ ഓഫ് കണ്ടക്ടർ ആയിട്ട് നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് കണ്ടക്ടർ ഏരിയ, മോസ്റ്റ് എക്കണോമിക്കൽ ചോയ്സ് ഓഫ് കണ്ടക്ടർ ഏരിയ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, എങ്ങനെ ഈ ടേംസിനൊക്കെ പരസ്പരം ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇത് വെച്ചാൽ ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ ഓഫ് കെൽവിൻസ് ലോ എന്താ? അത് മോസ്റ്റ് എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആനുവൽ കോസ്റ്റിനെ വിത്ത് റെസ്പെക്ട് ടു ഏരിയ ഓഫ് കണ്ടക്ടർ, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് കണ്ടക്ടറുമായിട്ട് വരയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, കർവ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ആനുവൽ ചാർജ് P1 പ്ലസ് P2A എന്ന് നമ്മൾ പഠിച്ച ആദ്യത്തെ ചാർജ്, ആനുവൽ ചാർജ് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A. അപ്പം ഈ കർവ് ഡിപ്പെൻഡ്സ് ഓൺ വേരിയേഷൻ ഓഫ് P1 പ്ലസ് P2A വിത്ത് റെസ്പെക്ട് ടു A എന്നുള്ളതാണ് അല്ലേ? ഇനി അതുപോലെ കർവ് 2 നോക്കിയാൽ നിങ്ങൾ, കർവ് 2 എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ്, അതായത് P3 ഡിവൈഡഡ് ബൈ A വിത്ത് റെസ്പെക്ട് ടു ഏരിയ ആയിട്ട് വരയ്ക്കുന്ന കർവാണ് കർവ് 2 എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് കർവ് എന്ന് പറയുന്നത് ടോട്ടൽ ആനുവൽ കോസ്റ്റ് P1 പ്ലസ് P2 പ്ലസ് P3 ഡിവൈഡഡ് ബൈ A എന്ന് പറയുന്ന കോസ്റ്റ് എങ്ങനെ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മുടെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആക്ച്വലി ഇവിടെ ഒരു ടേം മിസ്സിംഗ് ആണ്. P1 പ്ലസ് P2A പ്ലസ് P3 ഡിവൈഡഡ് ബൈ A എന്നാണ് വേണ്ടത്. ഓക്കെ, അതിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കർവ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ലോവസ്റ്റ് പോയിന്റ് P ആണ്. ആക്ച്വലി ദിസ് പോയിന്റ് റെപ്രസെന്റ്സ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ ഓഫ് കെൽവിൻസ് ലോ. ഓക്കെ, എന്തൊക്കെയാണ് ഈ കെൽവിൻസ് ലോയുടെ ലിമിറ്റേഷൻ? എന്താ കെൽവിൻസ് ലോ എന്ന് പറഞ്ഞത്? ഇപ്പൊ ആക്ച്വലി എങ്ങനെ നമുക്ക് മോസ്റ്റ് എക്കണോമിക്കലി കണ്ടക്ടറിന്റെ ചൂസ് ചെയ്യാൻ പറ്റും, കണ്ടക്ടർ ഏരിയ ചൂസ് ചെയ്യാൻ പറ്റും എന്നാണ് കെൽവിൻസ് ലോ പറഞ്ഞത്. അപ്പം എന്തൊക്കെയായിരിക്കും അതിന്റെ ലിമിറ്റേഷൻസ്? നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ എനർജി ലോസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ നമുക്ക് ആക്ച്വൽ കേസിൽ പറയാൻ പറ്റുള്ളൂ? നമ്മുടെ ലോഡ് കർവിനെ വിത്ത് റെസ്പെക്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ എസ്റ്റിമേഷന്റെ സമയത്ത് ഒരിക്കലും നമുക്ക് ഈ ലോഡ് കർവ് ഡാറ്റ നമുക്ക് കിട്ടില്ല അല്ലേ? അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ലോഡ് കർവ് വേണം. ആ ലോഡ് കർവ് ഡാറ്റ ഒരിക്കലും നമുക്ക് ടൈം ഓഫ് എസ്റ്റിമേഷൻ സമയത്ത് കിട്ടില്ല. ഓക്കെ, അതുകൂടാതെ നമ്മൾ ആനുവൽ കോസ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്നത് P1 പ്ലസ് P2A എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എടുക്കുക ചെയ്ത്, അത് ആക്ച്വലി അത് തന്നെയാണോ എന്ന് നമുക്ക് ശരിയാന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇതിനകത്ത് കേബിളിന്റെ കോസ്റ്റിനകത്ത് ഈ ഡയലക്ട്രിക് കോസ്റ്റോ ഷീറ്റിന്റെ കോസ്റ്റോ പിന്നെ അത് കോസ്റ്റ് ഓഫ് ലേയിങ്ങോ അങ്ങനത്തെ ഒന്നും അതിൽ ഇൻക്ലൂഡഡ് അല്ല. സോ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ P1 പ്ലസ് P2 എന്ന് പറയുന്ന ഒരു എക്സാക്ട് സ്പീക്കിംഗ് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതുകൂടാതെ മറ്റ് ചില ഫാക്ടേഴ്സ് ഉണ്ട്. സേഫ് കറന്റ് ഡെൻസിറ്റി, മെക്കാനിക്കൽ സ്ട്രെങ്ത്, കൊറോണ ലോസ്, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടർ സൈസ് ഡിറ്റർമിൻഡ് ബൈ ദിസ് ലോ മേ നോട്ട് ഓൾവേസ് ബി പ്രാക്ടീസബിൾ വൺ ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് മേ ബി ടു സ്മോൾ ഫോർ സേഫ് ക്യാരിങ് ഓഫ് നെസസറി കറണ്ട്. അങ്ങനെ സംഭവിക്കാമല്ലോ. പിന്നെ അതുകൂടാതെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ദ ക്യാപിറ്റൽ ഔട്ട്ലേ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആക്യുറേറ്റ്ലി. അതായത് ഇതൊന്നും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കെൽവിൻസ് ലോ ലിമിറ്റേഷൻ. കാരണം ഇത് നമുക്ക് കുറെ അസംഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, അതൊന്നും പ്രോപ്പർ ആവണമെന്നില്ല എന്നുള്ളതാണ് കെൽവിൻസ് ലോന്റെ ഒരു ഓവറോൾ
ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകണം. എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. എന്താണ് എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്? ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഫോർ വിച്ച് കോസ്റ്റ് ഓഫ് കണ്ടക്ടേഴ്സ്, കോസ്റ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ് ആൻഡ് അതർ ടെർമിനൽ അപ്പാരച്ചസ് ഈസ് മിനിമം. അതിനെയാണ് വിളിക്കുന്നത് എന്ത്? എക്കണോമിക്കൽ ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ വരുന്ന കോസ്റ്റ് ഏതൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞു കുറെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. ട്രാൻസ്ഫോമറിന്റെ കോസ്റ്റ്, നമ്മൾ എവിടെയാണ് ട്രാൻസ്ഫോമർ വെക്കുന്നത്? സെൻഡിങ് എൻഡിലും റിസീവിങ് എൻഡിലും. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമറിന്റെ കോസ്റ്റ് ഏതിന്റെ അടിസ്ഥാനത്തിൽ ഇൻക്രീസ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടും, ട്രാൻസ്ഫോമറിന്റെ കോസ്റ്റും കൂടും. സ്വിച്ച് ഗിയറിന്റെ കോസ്റ്റും കൂടില്ലേ? സോ സ്വിച്ച് ഗിയർ കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ലൈറ്റിംഗ് അറസ്റ്ററിന്റെ കോസ്റ്റ് കൂടില്ലേ? So cost of lightning arrestor is also increases with increase in transmission voltage. Insulation supports നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുന്ന സമയത്ത്. കണ്ടക്ടറിന്റെ കോസ്റ്റും ആക്ച്വലി അതിന്റെ റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? ദ കോസ്റ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു കർവ് വരച്ചാൽ, അതായത് ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ്മിഷൻ വോൾട്ടേജ് നമ്മൾ കർവ് വരച്ചാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിനകത്ത് ഈ പോയിന്റ് പി ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ദ എക്കണോമിക് ചോയ്സ് ഓഫ് മോസ്റ്റ് എക്കണോമിക്കൽ ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ കേസിൽ ഒരു എംപെരിക്കൽ ഫോർമുല ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ദിസ് അക്കോർഡിംഗ് ടു അമേരിക്കൻ പ്രാക്ടീസ്. ഓക്കെ, സോ ദ എക്കണോമിക് വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻസ് ഇൻ 3-phase AC സിസ്റ്റം എന്ന് പറയുന്നത് ആ എക്സ്പ്രഷൻ V is equal to 5.5 root 0.62 L plus 3p/150, where V is the line voltage in kV, P is the maximum kW per phase to be delivered, L is the distance of transmission in kilometer. So ഇതാണ് എന്ത്? നമ്മുടെ എംപെരിക്കൽ ഫോർമുല ഫോർ ഫൈൻഡിങ് എക്കണോമിക്കൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് കെൽവിൻസ് ലോ, അതുകൂടാതെ എങ്ങനെ നമുക്ക് എക്കണോമിക്കലി ഒരു കണ്ടക്ടറിന്റെ സൈസ് ചൂസ് ചെയ്യാം, എങ്ങനെ ഒരു ട്രാൻസ്മിഷൻ വോൾട്ടേജ് ചൂസ് ചെയ്യാം, അത് കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, കർവ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. സോ വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോവുക. താങ്ക് യു.